കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. 2-3 ദിവസമായിട്ട് കലശ ചടങ്ങുകളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുക്കനായിട്ടൊരു കുഞ്ഞിഷ്ടൻ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുഞ്ഞിക്കാലിന് പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. അതൊക്കെ കൗതുകമുണ്ട്. കുഞ്ഞി കുമ്പേനോട് കിടക്കണം. ആ കുഞ്ഞി കുമ്പേനോട് ഒരു കയറോട് കൂടി കെട്ടിട്ടുണ്ട്, ചുവപ്പ് കയറോട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ആ കയറിന്റെ തലപ്പ് ഇടത്ത് ഭാഗത്തതാ ഒരു ഒരല്, അങ്ങനെ ആ ഒരലമ്മലും കെട്ടിയിട്ടുണ്ട്. ദാമോദരനായിട്ടാണ് പെണ്ണുകുണ്ണി കാണാൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല കൗതുകമുണ്ട് കാണാൻ. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു പതക്കം, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം കൗതുകമുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഓടക്കൊള്ളും, വലത്തെ കയ്യിൽ ഇത് വെണ്ണൂറിലും അതിങ്ങനെ മാറോട് ചേർത്തിട്ട് 2 കൈയും ഇങ്ങനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ കൗതുകമുണ്ട്. എല്ലാം കൗതുകം. ഉണ്ണിക്കണ്ണന്റെ കാഴ്ചകളൊക്കെ കൗതുകമുണ്ട്. അത്ര രസമായിട്ടാ. അമ്പാടിയിലെ ഓരോ ലീലകൾ ആ ശ്രീലകത്ത് ഓരോ ദിവസം കാണിക്കുക. അതൊക്കെ കൗതുകമുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. ആ നിപ്പ് കണ്ടാൽ ഞാൻ ഒരു വികൃതിയും കാണിക്കില്ല അമ്മ എന്നുള്ള ഭാവത്തിലാണ് നിപ്പ് കണ്ടാൽ. അത്ര കൗതുകമുണ്ട് കാണാൻ. ഒരു മിടുമിടുക്കൻ്റെ ഒരു ഉണ്ണി. പല്ല പുഞ്ചിരി കൂടി, കള്ള പുഞ്ചിരിയോട് കൂടി എന്ന് പറയാൻ വേണമെങ്കിൽ വികൃതി കാണിക്കില്ല എന്നുള്ള ഭാവം എല്ലാ വികൃതിയും ചെയ്തിട്ട് അങ്ങനെ ഒരു ഉണ്ണി കാണാൻ. അതുപോലെ ചെവിയിലെ ചെവിപ്പൂക്കള്, നെറ്റിയിലെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന്റെ മുകളിൽ 2 തിരുമുടിമാലകളാണ്. രണ്ടും വെളുത്ത പൂവും തെച്ചിപ്പൂ, ഇങ്ങനെ വെളുത്ത പൂക്കൾ ധാരാളം, തെച്ചിപ്പൂക്കൾ ധാരാളം, ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരേപോലത്തെ 2 തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് താമര തുളസിയായിട്ടുള്ള ഒരു ഉണ്ടമാല, മറ്റേത് എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം, കുറച്ച് തെച്ചിപ്പൂവ്, അല്ല തുളസിപ്പൂവ്, പിന്നെ ചുവപ്പ് തെച്ചിപ്പൂക്കൾ ധാരാളം, പിന്നെ കുറച്ച് തുളസിപ്പൂവ്, അങ്ങനെ വെള്ളപ്പൂക്കളും തെച്ചിപ്പൂക്കളും ധാരാളമായിട്ട്, ഇടയിൽ കുറേശ്ശെ കുറേശ്ശെ തുളസിയായിട്ട്, അതും നല്ല ഭംഗിയുണ്ട്. 2 ഉണ്ടമാലകളും നല്ല ഭംഗിയുണ്ട്. 2 തിരുമുടിമാലയും ഭംഗിയുണ്ട്. നല്ല തടിച്ചുരുണ്ട ഉണ്ടമാലകൾ. കണ്ണന് നല്ല കൗതുകം അതൊക്കെ ചാർത്തി കാണാൻ തന്നെ. ആ തിരുമുടിമാലകളുടെ മോള് വിധാനമായിട്ടോ താമരം തുളസിയായിട്ട് നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിറയെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് മാത്രമേ ഒരു 5-6 ഉണ്ടമാലകൾ വേറെയും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എല്ലാം കൊണ്ട്. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിൽ ഒരു വികൃതി ഞാൻ കാണിക്കണില്ല എന്നുള്ള അഭാവത്തിൽ നിങ്ങൾ ആ വികൃതി കുട്ടൻ, ആ വികൃതി കണ്ണനാണ് ശ്രീലകത്ത് ആ വെണ്ണൂറിലെയും മോടക്കൊള്ളിലും പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. നല്ല കൗതുകമുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ലീലാഭാവത്തിൽ നന്ദാങ്കനഹലധരനെ സ്വന്തം ഒക്കത്തിരുത്തി താലോലിക്കുന്ന കണ്ടിട്ടുടനരികിലണഞ്ഞമ്മയെ കൊച്ചു കൈയാൽ കാലിൽ കെട്ടിപ്പിടിച്ചങ്ങനെ വളരെ വിഷാദിച്ചു മേൽപോട്ടു നോക്കി താഴത്തായി നിന്നു കേഴും ചെറിയ ശിശുവിനെ പാവമേ കൈത്തൊഴുന്നേൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ ഓടക്കൊള്ളും വെണ്ണൂറിലും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരലമ്മൽ കെട്ടിക്കൊണ്ട് ദാമോദരനായിട്ടാണ് ശ്രീലകത്ത്. നല്ല കൗതുകം തൊട്ട് കാണാൻ. പൊന്നുണ്ണി കണ്ണൻ്റെ വികൃതികളാണ് ആ അമ്പാടിയിലെ കാഴ്ചകളാണ് ശ്രീലകത്ത് എപ്പോഴും ചാർത്തുക കേട്ടോ. അതൊക്കെ നല്ല കൗതുകമാണ്. മിടുമിടുക്കനൊരു ഉണ്ണി. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ തിരുമുഖത്തേക്ക് നിൽക്കുക. എന്താ ഒരു നല്ല സ്നേഹത്തോട് നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഭാവത്തിലാണ് ആ പൊന്നുണ്ണി കണ്ണൻ ഇപ്പോട്ടോ. ഞാൻ ഒരു വികൃതി ഇല്ലാത്തൊരു നല്ല ഉണ്ണിയാണ് എന്നുള്ള ഭാവത്തിൽ നിൽക്കണം. ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ നമ്മളെങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇതിൽ പറയുന്നത് എന്ത് വേണം? അതങ്ങനെ അനുഗ്രഹിച്ചെന്ന് നിൽക്കണം. ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കല്ലേ. ഉറക്ക നാമം ജപിക്കാൻ ലജ്ജ വേണ്ട. ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.